9, 10 ക്ലാസുകൾക്ക് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ഇപ്രകാരമാണ്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ ഏറ്റവും കുറഞ്ഞത് 200 പ്രവൃത്തി ദിനങ്ങളും 800 ബോധന മണിക്കൂറുകളും, 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ ഏറ്റവും കുറഞ്ഞത് 220 പ്രവൃത്തി ദിനങ്ങളും 1000 ബോധന മണിക്കൂറുകളും, 9, 10 ക്ലാസുകൾക്ക് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 പ്രകാരം പരീക്ഷാ ദിനങ്ങൾ ഒഴികെ 220 പ്രവൃത്തി ദിനങ്ങളും, 2011 RTE ചട്ടങ്ങൾ പ്രകാരം നിശ്ചിത അധ്യയന ദിനങ്ങൾ തികയ്ക്കുന്നതിനായി മധ്യവേനൽ അവധിക്കാലം 15 ദിവസം വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഒഴിവാക്കുന്നതിലേക്കായിട്ടാണ് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കേണ്ടി വന്നത്. വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചത് വഴി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമിക് നിലവാരം ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 220 പ്രവൃത്തി ദിനങ്ങൾ അല്ലെങ്കിൽ 1100 മണിക്കൂർ ബോധന സമയം എന്ന് ആക്കിയത് നിലവിലെ KER ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്. ഈ അവസരത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സ്കൂൾ കലണ്ടറുകളുമായി നാം ഒന്ന് താരതമ്യം നടത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഗുജറാത്തിൽ 243 ദിവസമാണ്, ഉത്തർപ്രദേശിൽ 233, കർണാടകത്തിൽ 244, ആന്ധ്രാപ്രദേശിൽ 233, ഡൽഹിയിൽ 220 എന്നീ പ്രകാരം പ്രവൃത്തി ദിനങ്ങളാണുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ CBSE, ICSE സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും സർക്കാർ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകളും അവരുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി പ്രവൃത്തി ദിനങ്ങളും ബോധന മണിക്കൂറുകളും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളിനേക്കാൾ കൂടുതൽ ആണ് എന്നതും കണക്കിലെടുക്കേണ്ടതാണ്. അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ മാതൃകാപരമായി പോവുകയും ഇന്ത്യയിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. ലബ്ബ കമ്മിറ്റി അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സീനിയർ എല്ലാവർക്കും അറിയാതിരിക്കുന്നത് ജേർണലിസ്റ്റുകൾക്കല്ല. ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിയ അക്കാദമിക് കലണ്ടറിനെതിരെ കോടതിയിൽ പോയത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തെ അംഗീകരിക്കുന്ന അധ്യാപക സംഘടനകളായിരുന്നു. മുസ്ലിം ലീഗും കോൺഗ്രസും അതിന് അനുകൂലമായ നിലപാടും എടുത്തിരുന്നു. ടൈം ടേബിൾ പരിഷ്കരിച്ചത് മദ്രസ വിദ്യാഭ്യാസത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്ന വാദം ഉന്നയിക്കുന്നവർ 2014 UDF ഭരണകാലത്ത് ലബ്ബ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറിയിൽ 5 വർക്കിംഗ് ഡേ ആക്കി കുറച്ചപ്പോൾ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ 9:30 എന്നത് 9 ആക്കിയും വൈകുന്നേരം 4 മണി എന്നത് 4:30 ആക്കി. അതായത് രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം വർദ്ധിപ്പിച്ചു. അന്നൊന്നും ആർക്കും ഒരു പരാതിയില്ല. അന്ന് ഇത്തരത്തിൽ യാതൊരുവിധ തർക്കമോ പ്രതിഷേധമോ വിവാദമോ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം സംശയാസ്പദമാണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏത് സംഘടനയുടെ മുന്നിലും ബോധ്യപ്പെടുത്തുവാൻ തയ്യാറാണ്. കാരണം ഈ ചരിത്രം എല്ലാവരും ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും ധരിച്ചിരിക്കുന്ന 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലത്തേക്കുള്ള കാര്യങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. 8, 9, 10 ക്ലാസ്സിലത്തേക്കുള്ളതാണ്. അപ്പം അതുകൊണ്ട് പിന്നെ അതൊന്നും ഒരു കാര്യം. 2 വിദ്യാഭ്യാസ നിയമങ്ങൾ മാറ്റണമെങ്കിൽ അസംബ്ലി നിയമം ഭേദഗതിക്കുകയാണ്. 3ാമത്തെ കാര്യങ്ങൾ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു കാര്യം നമ്മുടെ കുട്ടികളെ മാത്രം ബാധിക്കുന്നത് എങ്ങനെ? അപ്പം അതുകൊണ്ട് ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ബാധ്യപ്പെട്ടതാണല്ലോ ഗവൺമെൻറ്. പത്രങ്ങളിലൂടെ അത് പറയുന്നു. വീണ്ടും അത് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ആരെയും ഒരു സംഘടനയും വെല്ലുവിളിച്ചിട്ടില്ല കഴിഞ്ഞ 4 വർഷക്കാലമായി. ഇനി വെല്ലുവിളിക്കാനോട്ട് ഉദ്ദേശിക്കുന്നുമില്ല. എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രാജ്യത്തിന് തന്നെ മാതൃകയായി 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്.
അതിൽ നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗത്തിൻ്റെയും പിന്തുണയുണ്ട്. ആ പിന്തുണ ഇനിയും ആവശ്യമാണ്.